ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ചരമോപചാരമർപ്പിച്ച് കേരള നിയമസഭ. ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ കാതലായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നടന്നത് ആസൂത്രിത കൊലപാതകമെന്ന് കോടതി. സ്പീക്കർമാരുടെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് പാറ്റ്നയിൽ തുടക്കം. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം നിർവഹിക്കും. 47ാമത് യു.എസ്. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് വാർഷിക യോഗത്തിന് ഇന്ന് തുടക്കം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യൻ സംഘത്തെ നയിക്കും. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ചരമോപചാരമർപ്പിച്ച് കേരള നിയമസഭ. ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ കാതലായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് ചരമോപചാരം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് ഡോക്ടർ മൻമോഹൻ സിംഗ് സ്വീകരിച്ച നിലപാടുകൾ പ്രശംസനീയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങളെയും ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കുന്നതിന് അദ്ദേഹമെടുത്ത നിലപാടുകൾ പ്രശംസനീയമാണ്. മതനിരപേക്ഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പ്രതിഭാശാലിയായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സൗമ്യനും നിശ്ചയദാർഢ്യമുള്ളവനുമായ ദേശസ്നേഹി എന്നിങ്ങനെ പൊതുമണ്ഡലത്തിൽ ശോഭിച്ച അനിതരസാധാരണനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സൗമ്യത കാത്തുസൂക്ഷിക്കുമ്പോഴും തീരുമാനങ്ങളിൽ കാർക്കശ്യം പുലർത്തിയ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് സ്പീക്കർ എൻ ഷംസീർ അനുസ്മരിച്ചു. രാജ്യത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ പോലുമുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് നടപ്പാക്കിയ കാര്യങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വിവിധ കക്ഷി നേതാക്കളും ചരമോപചാരം അർപ്പിച്ചു. തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞ് സഭ നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരും. ഗവർണർ ആർ.വി. ആർലേക്കർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം നിയമസഭ നാളെ മുതൽ 3 ദിവസം ചർച്ച ചെയ്യും. ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നടന്നത് ആസൂത്രിത കൊലപാതകമെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി. പ്രതിയുടെ പ്രായം കണക്കിലെടുക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. 2 ലക്ഷം രൂപ പിഴയും ഗ്രീഷ്മയ്ക്ക് ചുമത്തിയിട്ടുണ്ട്. മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരന് 3 വർഷം തടവ് ശിക്ഷയും കോടതി വിധിച്ചു. സമർത്ഥമായി അന്വേഷണം നടത്തിയ കേരള പോലീസിനെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചു. 85ാമത് അഖിലേന്ത്യാ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് സമ്മേളനത്തിന് ഇന്ന് പാറ്റ്നയിൽ തുടക്കം. 2 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഭരണഘടനയുടെ 75ാം വാർഷികം ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും സംഭാവന എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അധ്യക്ഷന്മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്പീക്കർമാരും ഡെപ്യൂട്ടി സ്പീക്കർമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തെ അഭിവൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്ന വെളിച്ചമാണ് ഭരണഘടന എന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. नौजवान हमारे विद्यार्थियों को हमारे फिलैटली के म्यूजियम में लाकर एक नई जागृति हमारे देश के संविधान के प्रति, फिलैटली और डाक सेवा के प्रति उजागर करने की कोशिश की गई. हमारा संविधान हमारा ग्रंथ है. हमारा संविधान देश को विकास और प्रगति के पथ पर अग्रसर करने वाला. നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയത്തിൽ നടക്കുന്ന 3 പരിപാടികളിൽ സന്ദർശകർക്കായി പ്രശ്നോത്തരി, സ്റ്റാമ്പ് സഫാരി, കത്തെഴുത്ത് മത്സരം എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. 47ാമത് യു.എസ്. പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന ചടങ്ങിൽ യു.എസ്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വാഷിംഗ്ടൺ ഡിസിയിൽ അതിശൈത്യം തുടരുന്നതിനാൽ യു.എസ്. ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിലെ റോട്ടണ്ട ഹാളിലാണ് സത്യപ്രതിജ്ഞ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും. അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലെ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ തുടങ്ങി നിരവധി പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സന്നിഹിതരാവും. ഇലോൺ മസ്ക്, മാർക്ക് സക്കർബർഗ്, ടിം കുക്ക്, സാം ആൾട്ട്മാൻ തുടങ്ങിയ ടെക് വ്യവസായ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും.
സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയാണ് ട്രംപ് രണ്ടാം തവണയും യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് വാർഷിക യോഗം ഇന്ന് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ആരംഭിക്കും. ഇന്ത്യയുടെ സമഗ്ര വളർച്ചയുടെയും ഡിജിറ്റൽ മേഖലയിലെ മുന്നേറ്റത്തിന്റെയും മാതൃക ഉയർത്തിക്കാട്ടാനുള്ള വേദി കൂടിയാണ് 5 ദിവസത്തെ പരിപാടി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിൽ കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീൽ, K രാംമോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ, കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി എന്നിവരും ഉണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാവിലെ 9 ദേശീയ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശവും നൽകും. ജില്ലാ ആസ്ഥാനങ്ങളിലും തദ്ദേശ തലത്തിലും ഓഫീസ്, സ്കൂൾ, കോളേജ് തുടങ്ങിയ പൊതുസ്ഥാപനങ്ങളിലും അന്നേ ദിവസം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് രാവിലെ 6:30 അടച്ചു. തിരുവാഭരണ പേടക സംഘം രാവിലെ 6 18ാം പടിയിറങ്ങി പന്തളത്തേക്ക് മടങ്ങി. തുടർന്ന് പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷമാണ് നട അടച്ചത്. അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ഈ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടന കാലം സാക്ഷ്യം വഹിച്ചത്. 53 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഈ തീർത്ഥാടന കാലത്ത് ശബരിമല ദർശനം നടത്തിയതായാണ് ദേവസ്വം ബോർഡിന്റെ പ്രാരംഭ കണക്കുകൾ. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഈ ചരിത്ര വിജയം രാജ്യത്തെ യുവജനങ്ങളെ ഏറെ പ്രചോദിപ്പിക്കുമെന്നും ഖോ-ഖോയെ കൂടുതൽ ജനപ്രിയമാക്കാൻ ഇത് സഹായിക്കുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ടീം അംഗങ്ങളുടെ സമാനതകളില്ലാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും കൂട്ടായ പ്രയത്നത്തിന്റെയും ഫലമാണ് ഈ ചരിത്ര വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പരമ്പരാഗത കായിക ഇനമായ ഖോ-ഖോയിലേക്ക് ജനശ്രദ്ധ ആകർഷിക്കാൻ ഈ നേട്ടം കാരണമായതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി ടക്കേഷി ഇവായയുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം, ക്വാഡ് രാജ്യങ്ങളുടെ വികസനം തുടങ്ങിയവ ചർച്ച ചെയ്തതായി ശ്രീ എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ കാഴ്ചപ്പാടുകളിലൂടെയും ചിന്തകളിലൂടെയുമാകണം ഭാരതീയ സംസ്കാരത്തെ മനസ്സിലാക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ന്യൂഡൽഹിയിലെ ഭാരതീയ വിദ്യാഭവനിൽ നന്ദലാൽ നുവാൽ സെന്റർ ഓഫ് ഇൻഡോളജിയുടെ തറക്കല്ലിടൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെ മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. രാജ്യ തലസ്ഥാനത്തേക്കുള്ള 19 ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകി ഓടുന്നതായി ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. അയോധ്യ എക്സ്പ്രസ്, ഗരീബ് രഥ്, ഗോവ എക്സ്പ്രസ്, പത്മാവത് എക്സ്പ്രസ് എന്നിവ വൈകി ഓടുന്ന ട്രെയിനുകളിൽ ഉൾപ്പെടുന്നു. ട്രെയിനുകളുടെ തത്സമയ വിവരങ്ങൾ യാത്രയ്ക്ക് മുമ്പായി പരിശോധിക്കണമെന്ന് റെയിൽവേ അഭ്യർത്ഥിച്ചു. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയോടനുബന്ധിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന ഭക്തർക്ക് സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ശക്തമായ നടപടികൾ ആരംഭിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെയും മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകളെയും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ പരാതികൾ ഉടനടി പരിഹരിക്കാനും അടിയന്തര നടപടി ഉറപ്പാക്കാനുമാണ് നിർദ്ദേശം. ഹോക്കി ഇന്ത്യ ലീഗ് വനിതകളുടെ മത്സരത്തിൽ ഒഡീഷ വാരിയേഴ്സ് ഷറാഷി റാർ ബംഗാൾ ടൈഗേഴ്സിനെ 4-1 പരാജയപ്പെടുത്തി. ഇന്നലെ റൂർക്കലയിലെ ബിർസ മുണ്ട സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. നിലവിൽ 8 പോയിന്റുമായി വാരിയേഴ്സ് പട്ടികയിൽ മുന്നിലാണ്. ICC അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിന്റെ 2ാം പതിപ്പിൽ നാളെ ഇന്ത്യ മലേഷ്യയെ നേരിടും. കോലാലംപൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ചരമോപചാരമർപ്പിച്ച് കേരള നിയമസഭ. ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ കാതലായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഷാരോൺ വധക്കേസിൽ 1ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നടന്നത് ആസൂത്രിത കൊലപാതകമെന്ന് കോടതി. സ്പീക്കർമാരുടെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് പാറ്റ്നയിൽ തുടക്കം. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം നിർവഹിക്കും. 47ാമത് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് വാർഷിക യോഗത്തിന് ഇന്ന് തുടക്കം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കെടുക്കും. പ്രഥമ ഖോ-ഖോ ലോകകപ്പിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകളെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.